അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത്. അതായത് പണ്ടെങ്ങും അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ഐറ്റമാണ്. കുറച്ച് ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ചാളയുടെ തലയിട്ട് നല്ലോണം നമ്മൾ വിനാഗിരി ഉപ്പ് ഇട്ട് കഴുകി നല്ലോണം ഇത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് നല്ല ജീരകം ഇട്ട് വേവിച്ചിട്ടുണ്ട്. പണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തന്നുള്ളൊരു സാധനമാണ്. ഇതൊക്കെ നല്ലതാണ്, പിള്ളേർക്ക് കഴിക്കും, നല്ല അടിപൊളി സാധനം. അപ്പോൾ ചാള തല വെന്തുകൊണ്ടിരിക്കുന്ന ആവി കാരണം കാണില്ല കേട്ടോ. അതുകൊണ്ട് ചാള നല്ല പോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളകും കുത്തുമുളക് വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ വിനാഗിരി, ഉപ്പ്, മുളകും പൊടി, കുറച്ച് നല്ല പൊടി മുളകും പൊടി ഒക്കെ ഇട്ട് നല്ല പോലെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് അടുത്ത ഐറ്റമാണിത്. നമ്മുടെ ചെകിള, ചാളയിലും അയിലയിലും ചെകിള ഒന്നും കളയേണ്ട ആവശ്യമില്ല. സൂപ്പർ സാധനമാണ്. ഇതിലത്തെ മസാല തന്നെ ഇതിലേക്ക് വരട്ടിയിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല പോലെ കറുകുറുങ്ങനെ തിന്നാം. നല്ല രസം. സൈക്കിളൊക്കെ നല്ല വിറ്റാമിൻ തന്നത്ര നല്ല സാധനം കേട്ടോ. പിള്ളേർക്കൊക്കെ വറുത്ത് കൊടുത്താൽ അവർക്ക് നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണ് ചാളയുടെയും അയിലയുടെയും ഒക്കെ ചെകിളപ്പുക്കൾ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ അരിപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കുറുക്കാനായിട്ട് കലർത്തി വെച്ചതാണ്. അങ്ങനെ പൊടി ഇടുമ്പോൾ കട്ട കുത്തണം. അപ്പോൾ പണ്ട് അമ്മ ഉണ്ടാക്കി തന്നൊരു ഐറ്റം കേട്ടോ, ചാളക്കുറുക്ക്. നല്ല ഐറ്റം, നല്ല രസമായിരുന്നു. എനിക്ക് അമ്മക്ക് നല്ല ഇഷ്ടമായിരുന്നു അതൊക്കെ. അപ്പോൾ ചാള തിളച്ച് വറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഐറ്റമാണ്. ഞാൻ കുറുകി വരണം. വെട്ടൊക്കെ ഇത്തിരി കുറവ് കിട്ടിയില്ലേ, അത് ഞാൻ വെളിച്ചത്തിനൊക്കെ ഇത്തിരി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് ഓഫായിരുന്നു. അപ്പോൾ ഇത് കുറുകി വരണം കേട്ടോ. നല്ല രസമാണ്. ഉപ്പ്, തരി കുരുമുളക്, നല്ല ജീരകം ഇട്ട് ചാളയുടെ തല കുറുക്കി കഴിച്ചാൽ നല്ല ഒന്നാം തരം നല്ലൊരു ഗുണമുള്ള ഒരു സാധനം കേട്ടോ. ഇപ്പം എല്ലാത്തിനും കംപ്ലൈൻ്റ് കുറുകി വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്. ചാളത്തല നല്ലോണം വെന്തതിന് ശേഷം അരിപ്പിടാൻ പാടുള്ളൂ. ചെറുതിയിലിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കും. ചിലർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിട്ട്. ചിലർക്ക് ചെറുപ്പം മുതലേ തീറ്റി പഠിപ്പിക്കണം. വലുതായി കഴിഞ്ഞാൽ അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. എൻ്റെ അമ്മ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരാറുള്ളതാണ് കേട്ടോ. നല്ല രസമാണ്. നല്ലപോലെ കുറുകി വേണ്ടിയിട്ടാണ്. ചാള പിള്ളേർക്ക് കൊടുക്കുക അത്രയും നല്ലതാണ്. പണ്ടൊക്കെ അടുപ്പിലൊക്കെ അധികം കത്തിക്കുമ്പോൾ ചാള ഇലയിലൊക്കെ വെച്ച് വാട്ടി അമ്മമാരൊക്കെ തരാറുണ്ട്. ഇപ്പോൾ ഒക്കെ എല്ലാവരും ഗ്യാസുണ്ടല്ലോ അധികം. ഉണ്ടാവില്ല, ചിലരൊക്കെ ഗ്യാസിന് തന്നെ വീട്ടിൽ തിരക്കുള്ളവരൊക്കെ. ഇത് നല്ല റൈറ്റായിട്ട് തിന്നിട്ടാണ്. നല്ല രസം അത് കഴിക്കാനായിട്ട്. അത് ഈ ചാളയുടെ ഒരു നെയ്മണം എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ ചെറുപ്പം തന്നെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ നല്ല കാര്യം കേട്ടോ. നല്ല രസമാണ്. ചാള കുറുക്കും. ഇത് പണ്ടൊക്കെ എല്ലാ വീടുകളും ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊക്കെ അത് വേറെ ഭക്ഷണങ്ങളൊക്കെ ഉള്ളതിന് ഇതൊക്കെ ഇല്ലാതായി പോയതാണ്. ഒരു പ്രശ്നം കേട്ടോ.